ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് പുഡിംഗ് ആണ്. ഇതെന്ന് പറയുന്ന ഒരു ലൈറ്റ് പുഡിംഗ് ആണ്, കസ്റ്റാർഡ് ചോക്കോ ബ്രെഡ് പുഡിംഗ്. അപ്പോൾ ബേക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതിനു മുമ്പ് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ചോക്കോ കസ്റ്റാർഡ് ബ്രെഡ് പുഡിംഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഈ പാല് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിൽ നിന്നൊരു അര കപ്പോളം പാല് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് കസ്റ്റാർഡ് പൗഡറായിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുപാട് ചൂട് വേണ്ട, ചെറിയൊരു ചൂടുള്ള പാൽ തന്നെ മതി. അപ്പോഴായിരിക്കും നമുക്ക് പെട്ടെന്ന് തന്നെ കസ്റ്റാർഡ് പൗഡർ ഇതിൽ മിക്സ് ചെയ്തെടുക്കാൻ പറ്റുക. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ പഞ്ചസാരയുടെ അളവെന്ന് പറയുന്നത് ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് വ്യത്യാസം വരും. എന്തായാലും ഈ ഒരു അളവിലുള്ള പാലിലേക്ക് 1 കപ്പ് മുതൽ 1.25 കപ്പ് വരെയൊക്കെ പഞ്ചസാര ആവശ്യമായിട്ട് വരും കേട്ടോ. ഞാൻ ഈ സമയത്ത് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ആവശ്യമായിട്ട് തോന്നണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ചേർത്ത് കൊടുത്താൽ മതിയല്ലോ. ഇനി പാല് ഒന്നും കൂടി ഒന്ന് തിളച്ച് വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഈ നേരത്തെ എടുത്ത് വെച്ച പാലിൽ കസ്റ്റാർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ വാനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡറിനെ എടുത്തിരിക്കുന്നത്. ഏത് ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡർ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് അളവിൽ ഒരിക്കലും ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഭയങ്കരമായിട്ട് തിക്കായിട്ട് മാറും. അതുപോലെ തീരെ കുറഞ്ഞു പോയാലും കറക്റ്റായിട്ട് തിക്കായിട്ട് വരില്ല. ഞാനിപ്പോൾ ഒരു 6 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കസ്റ്റാർഡ് പൗഡറിൻ്റെ ബ്രാൻഡിനനുസരിച്ച് അതിൽ എഴുതിയിട്ടുണ്ടാവും എത്ര അളവ് മീൻസ് പാലിലേക്ക് മിക്സ് ചെയ്യണമെന്ന് കേട്ടോ. അപ്പോൾ 1 ലിറ്റർ പാലിലേക്ക് ഞാനിപ്പോൾ 6 ടേബിൾ സ്പൂൺ അളവിലാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം മാത്രം ഈ പാലിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതായത് ഒരു കൈ ഉപയോഗിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക, ഒരു കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തീരെ കട്ടകളൊന്നും ഇല്ലാതെ നമുക്ക് കറക്റ്റായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത് ചൂടായിട്ട് വരുമ്പോൾ പെട്ടെന്ന് തന്നെ കട്ടയായിട്ട് വരും. അപ്പോൾ ഈ കസ്റ്റാർഡ് പൗഡർ അത്യാവശ്യം ഒന്ന് കുക്കായിട്ട് വരണം, കുറച്ച് സമയം തിളച്ചതിന് ശേഷം. അതിനുശേഷം മാത്രം തിക്കായിട്ട് വരാൻ പാടുള്ളൂ. പെട്ടെന്ന് തിക്കായിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് കുക്കായിട്ട് വരില്ല. അതുപോലെ പിന്നെ തണുത്ത് കഴിയുമ്പോൾ ഓവറായിട്ട് തിക്കായിട്ട് വരാനുള്ള ഒരു സാധ്യതയും കൂടുതൽ തന്നെയാണ്. ഇപ്പോൾ ഞാൻ കസ്റ്റാർഡ് പൗഡറിൻ്റെ ആ ഒരു മിക്സ് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഇനി കുറച്ച് സമയം നമുക്കിത് ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് തിക്കാക്കി എടുക്കുക. അത്യാവശ്യം ഒന്ന് തിക്കായിട്ട് വരണം, പക്ഷേ ഓവറായിട്ട് തിക്കായിട്ട് വരരുത് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ വരും. തണുത്ത് വരുമ്പോൾ കറക്റ്റായിട്ട് തന്നെ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ കണ്ടില്ലേ, ഒന്ന് കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് മധുരം നോക്കിയിട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ കസ്റ്റാർഡ് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം മധുരം ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് കഴിക്കാനൊന്നും വലിയ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. പിന്നെ അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ഒരു ഇഷ്ടം ഉണ്ടോ, വ്യത്യാസം വരും മധുരത്തിൻ്റെ അളവൊക്കെ. അപ്പോൾ ഞാൻ പഞ്ചസാര അത്യാവശ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 1 ലിറ്റർ പാലിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 1 കപ്പ് മുതൽ 1.25 കപ്പ് വരെ പഞ്ചസാരയാണ് നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു അളവായിട്ട് വരിക. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരും കേട്ടോ. ഇപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് റെഡി ആയിട്ടുണ്ട്, കറക്റ്റായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇതിനേക്കാളും കൂടുതലാക്കി നിങ്ങൾ തിക്കാക്കി എടുക്കണ്ട. അപ്പോൾ പിന്നെ തണുത്ത് വരുമ്പോൾ കറക്റ്റായിട്ട് വരില്ല കേട്ടോ. ഇത് തന്നെ മതി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ബാക്കി പരിപാടികളൊക്കെ ഒന്ന് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ബ്രെഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ടുള്ളത് ബ്രെഡിൻ്റെ വശങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് ചേർക്കുന്ന ബ്രെഡിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തിനനുസരിച്ചൊക്കെ വ്യത്യാസം വരും. ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ ഇതുപോലെ ബ്രെഡ് കട്ട് ചെയ്തത് വെച്ച് കൊടുക്കണം. നമ്മൾ ഏത് പാത്രമാണോ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ അതിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ വശങ്ങൾ കട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, അതൊക്കെ നമ്മുടെ താല്പര്യം. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരു ലെയർ ഈ ഒരു രീതിയിൽ ബ്രെഡ് ഞാൻ വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലാണ് നമുക്ക് കസ്റ്റാർഡ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ കസ്റ്റാർഡ് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ചൂടോടുകൂടി തന്നെയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് തണുത്ത് വരാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ബ്രെഡിൻ്റെ മുകളിൽ മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് ഈ കസ്റ്റാർഡ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ കസ്റ്റാർഡ് ഇതുപോലൊരു പോറിങ് കൺസിസ്റ്റൻസിയിൽ തന്നെ ഇരിക്കണം. അപ്പോഴായിരിക്കും തണുത്ത് വരുമ്പോൾ കറക്റ്റായിട്ട് സെറ്റായിട്ട് വരിക. ഒരുപാട് തിക്കാക്കി എടുക്കരുത് കേട്ടോ നിങ്ങൾ. അതുപോലെ മധുരവും ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ മുകളിലും അതുപോലെ വശങ്ങളിലൊക്കെ ഞാൻ നല്ലപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഗ്യാപ്സ് ഒന്നും ഇല്ലാത്തൊരു രീതിയിൽ തന്നെ.
അപ്പോൾ നമ്മൾ ഇതുപോലെ ചൂടോടുകൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ ബ്രെഡ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് മാറും. ഇനി ഇത് ഇവിടെ ഇരുന്നൊന്ന് തണുത്ത് വരട്ടെ, അതായത് റൂം ടെമ്പറേച്ചറിലേക്ക് ഒന്ന് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ചോക്കോ കസ്റ്റാർഡ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ബാക്കി കുറച്ചും കൂടി ഉണ്ട് കസ്റ്റാർഡ്, കണ്ടില്ലേ. നമുക്കിത് ഗ്ലാസ്സിൽ പിന്നീട് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ചോക്കോ കസ്റ്റാർഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ കുറച്ച് അധികം അളവിലാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്താൽ മതി കേട്ടോ. 1/2 ലിറ്റർ പാൽ ഉപയോഗിച്ചാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് പാൽ ഞാൻ മാറ്റിയെടുക്കണം കൊക്കോ പൗഡർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൊക്കോ പൗഡർ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഏതെങ്കിലും നല്ല ബ്രാൻഡ് തന്നെ ഉപയോഗിക്കുക, അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ മാറുള്ളൂ കേട്ടോ. ഇതിപ്പോൾ അൺസ്വീറ്റൻ കൊക്കോ പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഹെർഷീസിൻ്റെ. പക്ഷേ ഏത് ബ്രാൻഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ മുതൽ 4 ടേബിൾ സ്പൂണൊക്കെ വരെ ആവാം 1 ലിറ്റർ പാലിലേക്ക്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. നല്ല ബ്രാൻഡഡ് കൊക്കോ പൗഡർ ഉപയോഗിക്കണമെന്ന് പറയുന്നത് എൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ ചില ലോക്കൽ ബ്രാൻഡ്സൊക്കെ വാങ്ങിക്കുമ്പോൾ അത്രയ്ക്ക് ടേസ്റ്റി ആവണമെന്നില്ല. ഇനി ഇത് ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് ഈ പാലിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം, നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം. അപ്പോൾ കണ്ടില്ലേ, അരിപ്പയിൽ ചെറിയ കട്ടകളൊക്കെ പോലെ എടുക്കുന്നത് കാണാം. അതും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവൊക്കെ വ്യത്യാസം വരുത്താം. അപ്പോൾ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്ന സമയത്തും ആദ്യം ഒരുപാട് അളവിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ബ്രാൻഡിനനുസരിച്ച് കൊക്കോ പൗഡറിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരും. ഓവറായി കഴിഞ്ഞാലും അത്രയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൽ നിന്ന് കുറച്ച് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. കോൺഫ്ലോർ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ അളവിൽ കോൺഫ്ലോർ ഒരു പാത്രത്തിൽ ഇതുപോലെ പാലിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ആ കോൺഫ്ലോറും നമുക്ക് അരിച്ചതിന് ശേഷം ഈ പാലിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂണൊക്കെ വരെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം, നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് തന്നെ. അതിനുശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൊക്കോ പൗഡറിൻ്റെ ഒരു ഫ്ലേവർ കുറവായിട്ട് തോന്നിയ കാരണം ഞാൻ കുറച്ചും കൂടിയും പാലിൽ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് അരിച്ചൊഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ മൊത്തത്തിലുള്ള ഒരു അളവാണ് ഞാൻ പറഞ്ഞത്. 3 ടേബിൾ സ്പൂൺ മുതൽ 4 ടേബിൾ സ്പൂൺ വരെ 1 ലിറ്റർ പാലിലേക്ക് നിങ്ങൾക്ക് എടുക്കാം, നമ്മൾ ഉപയോഗിക്കുന്ന ബ്രാൻഡിനനുസരിച്ച്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ചോക്ലേറ്റ് കസ്റ്റാർഡ് ഒന്ന് തിക്കായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരരുത്, കുറച്ച് സമയം എടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോഴായിരിക്കും ഇതൊക്കെ നന്നായിട്ട് തന്നെ വരിക. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലായാൽ മതി. നമുക്ക് ഒരുപാട് തിക്കാക്കി എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോഴായിരിക്കും തണുത്ത് സെറ്റായിട്ട് വരുമ്പോൾ കറക്റ്റായിട്ട് തന്നെ വരിക. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് മധുരമൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ചോക്ലേറ്റ് കസ്റ്റാർഡും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു പുഡിങ്ങിൻ്റെ മുകളിലേക്ക് അടുത്ത ലെയറായിട്ട് ഈ ചോക്ലേറ്റ് കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു കസ്റ്റാർഡ് ഉണ്ടല്ലോ, വാനില കസ്റ്റാർഡ്, അത് റൂം ടെമ്പറേച്ചറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വാനില കസ്റ്റാർഡിൻ്റെ മുകളിലായിട്ട് അടുത്ത ലെയറായിട്ട് ബ്രെഡാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്, നേരത്തെ വെച്ച് കൊടുത്ത പോലെ തന്നെ. ഈ ഒരു രീതിയിൽ വശങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് തന്നെ ഞാൻ വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ ഒരു പുഡിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒരു ലേയേർഡ് പുഡിങ്ങാണ്. ഇത് ബേക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഈസി ആയിട്ട് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഫെയിൽ ആവാതെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് മധുരം ഇഷ്ടപ്പെടുന്നവരൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു പുഡിങ് തന്നെയായിരിക്കും. അപ്പോൾ ബ്രെഡ് മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഈ ചോക്ലേറ്റിൻ്റെ കസ്റ്റാർഡ് ഉണ്ടല്ലോ, അതൊഴിച്ച് കൊടുക്കുക. മുഴുവനായിട്ട് തന്നെ ഈ ബ്രെഡ് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ ചൂടോടുകൂടി തന്നെയാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കണത് കേട്ടോ. അപ്പോൾ ഇത് തണുത്ത് വരുമ്പോൾ കറക്റ്റായിട്ട് തന്നെ ഒന്ന് സെറ്റായിട്ട് വന്നോളും. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. അത്യാവശ്യം ഒന്ന് തിക്കായിട്ട് വരണം, പക്ഷേ ഓവറായിട്ട് തിക്കാക്കി എടുക്കരുതെന്ന് മാത്രം. അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് കവറായിക്കോട്ടെ. ഗ്യാപ്സിലൊക്കെ ഒന്ന് നല്ലപോലെ തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ്സിലും ഈ ഒരു രീതിയിൽ തന്നെ സെറ്റ് ചെയ്തെടുക്കുക. ആദ്യം ചോക്ലേറ്റ് കസ്റ്റാർഡ് ഒഴിച്ച് കൊടുക്കുക, പിന്നെ അതിൻ്റെ മുകളിൽ ബ്രെഡിൻ്റെ പീസസ് വെച്ച് കൊടുക്കുക. ഈ ഒരു രീതിയിൽ അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് പാത്രത്തിലാണെന്ന് വെച്ചാൽ ഈ ഒരു രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഗ്ലാസ്സിലാവുമ്പോൾ പിന്നെ കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് അതുപോലെ തന്നെ സെർവ് ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വാനില കസ്റ്റാർഡ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഈ ഒരു രീതിയിൽ വേറെ ഗ്ലാസ്സിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ്സിൽ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് നട്ട്സ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കാഷ്നട്ടും അതുപോലെ ബദാമും പിസ്താഷ്യുമാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് നട്ട്സ് വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ നട്ട്സ് ഉപയോഗിക്കുമ്പോൾ ഒരു ക്രഞ്ചി എഫക്റ്റ് കിട്ടുമെന്ന് മാത്രം കഴിക്കുന്ന സമയത്ത്. അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പുഡിംഗ് എന്ന് പറയുന്നത് ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവരും അതുപോലെ വാനില കസ്റ്റാർഡിൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവരൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു പുഡിംഗ് തന്നെയായിരിക്കും. ഇനി ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് സ്പ്രിങ്കിൾസ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ സ്പ്രിങ്കിൾസ് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മളിത് റൂം ടെമ്പറേച്ചറിൽ വന്നതിന് ശേഷം പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കില്ലേ, അതിനുശേഷം സെർവ് ചെയ്യണ സമയത്ത് മാത്രം സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ട് എടുക്കണ സമയത്ത് സ്പ്രിങ്കിൾസൊക്കെ ഒന്ന് മെൽറ്റായി തുടങ്ങും. അപ്പോൾ ഞാനിപ്പോൾ അതിനു മുമ്പാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ എനിക്കങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, അത് കാരണമാണ് ഞാനിപ്പോൾ പറയുന്നത്. ഞാൻ ശ്രദ്ധിക്കാതെ ഇട്ട് കൊടുത്തതായിരുന്നു. ഇനി ഗ്ലാസ്സിൽ നമ്മൾ സെറ്റ് ചെയ്തതിൻ്റെ മുകളിലും നട്ട്സും അതുപോലെ സ്പ്രിങ്കിൾസും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒന്ന് കളർഫുള്ളാവുമെന്ന് മാത്രം, ഇതൊന്നും നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. ഇനി ഇത് നമുക്ക് എല്ലാം റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കുക. ഒരു 4-5 മണിക്കൂറെങ്കിലും മിനിമം നല്ലപോലെ തന്നെ ഒന്ന് തണുപ്പിച്ചെടുക്കുക. അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് വരിക. ഇപ്പം ഞാനിത് നല്ലപോലെ തന്നെ ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഏത് ഷേപ്പിലാണെന്ന് വെച്ചാൽ ഈസി ആയിട്ട് ഇത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്, കറക്റ്റായിട്ട് തന്നെ. അതിനുശേഷം നമുക്കിത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കണ്ടില്ലേ, കറക്റ്റായിട്ട് നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ലേഡായിട്ടുള്ള നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചോക്കോ കസ്റ്റാർഡ് പുഡിങ് റെഡി ആയിട്ടുണ്ട്. മധുരം ഇഷ്ടപ്പെടുന്നവർക്കും അതുപോലെ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു പുഡിങ് തന്നെയായിരിക്കും. ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ ടെക്സ്ചർ കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ലേഡായിട്ടുള്ള ചോക്കോ കസ്റ്റാർഡ് ബ്രെഡ് പുഡിങ് നിങ്ങൾ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കുക. അതുപോലെ ഇതിനു മുമ്പ് ഞാൻ പല പുഡിങ്സിൻ്റെ റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. ബ്രെഡ് പുഡിങ് ചെയ്തിട്ടുണ്ട്, അതായത് സ്റ്റീം ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കുന്ന ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പീസും അതുപോലെ കുറേ ടൈപ്പ് പുഡിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മധുരം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ കണ്ടു നോക്കാം. നിംഷാസ് കിച്ചണിൽ കയറി നോക്കിയാൽ മതി. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. മധുരമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് എല്ലാം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പുഡിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തണുപ്പിച്ചെടുക്കുന്നത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ്, ഫ്രീസറിലല്ല. പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.